കോടതി 20 വർഷത്തെ ജീവപര്യന്തം തടവിന് വിധിച്ച ഒരു പ്രതി നിരവധി പ്രാവശ്യം പരോളിലിറങ്ങി പല കേസുകളിലും അകപ്പെട്ട ഒരു പ്രതി. ആ പ്രതിയാണ് കൊടിസുനി. ഇപ്പോൾ 12ഓളം കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രിമിനലിന് എങ്ങനെയാണ് ഇപ്പോൾ ഈ തരത്തിലൊരു പരോൾ അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അമ്മ കൊടുത്ത പരാതി എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. അമ്മയ്ക്ക് മകനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുപോലെ ഒരുപാട് മനുഷ്യാവകാശങ്ങൾ ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെയുള്ള ആളുകൾ, ജയിലിലുള്ള ആളുകൾ. ചന്ദ്രശേഖരൻ്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ബൈജുനാഥ് എന്ന് പറയുന്ന അദ്ദേഹമാണ്, ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനാണ് ഇപ്പം ഇത് അനുവദിക്കാൻ വേണ്ടിയുള്ള ഉത്തരവിറക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്ങനെയാണ് അങ്ങനെയൊരു ഉത്തരവുണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് പരോളിൽ കെട്ടേണ്ട പ്രൊബേഷൻ ഓഫീസർമാരുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ലോക്കൽ പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഇതൊന്നും കിട്ടാതെ എങ്ങനെയാണ് അടിയന്തരമായി ഇപ്പോൾ ഈ ഒരു പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്? അമ്മയ്ക്ക് കാണാനാണെങ്കിൽ ഒരു 10 ദിവസം അനുവദിക്കാം. അതിലപ്പുറത്തേക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെൻറ് പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി, ഈ ക്രിമിനൽ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, 1 മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടാവുക? അപ്പോൾ വളരെ സംശയാസ്പദമാണ്. അസാധാരണമായ ഒരു സാഹചര്യമാണ്, അസാധാരണമായ ഒരു സംഭവമാണ് ഈ പരോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് ചെയ്യും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ ഉത്തരവ് ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല, പരോളിൽ പാലിക്കേണ്ട ഒരു നിയമങ്ങളും ഇതിനകത്ത് പാലിക്കാതെ തന്നെയാണ് ഇപ്പോൾ കൊടിസുനിക്ക് ഈ ഒരു പരോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹം 12 കേസിൽ പ്രതിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജയിലിൽ ഇറങ്ങിയിട്ട് കള്ളക്കേസ്, സ്വർണ്ണക്കടത്ത്, ആളുകളെ കൊലപാതകത്തിലേക്ക് വരുന്ന കേസുകളൊക്കെ ഈ സുനിയുടെ പേരുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തവനൂർ ജയിലിലേക്ക് ഈ സുനിയെ മാറ്റിയതിൻ്റെ കാരണവും അതാണ്. ഇതൊക്കെ നിലവിലിരിക്കുമ്പോൾ എങ്ങനെയാണ് 30 ദിവസത്തെ പരോൾ ഒരു പ്രതിക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്? അത് വിശദീകരിക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ജയിൽ DGP ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കെ രമ ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് 30 ദിവസം പരോള് ലഭ്യമായത്? പോലീസിന്റെ റിപ്പോർട്ടുണ്ടോ? ക്രിമിനൽ പശ്ചാത്തലമടക്കം പരിശോധിച്ചിട്ടുണ്ടോ? ഈ പ്രതി 30 ദിവസം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നത് സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കെ രമ ഉന്നയിക്കുന്നുണ്ട്. മേൽക്കോടതിയിലടക്കം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജയിൽ DGPയുടെ ഈ നിലപാടിന് എതിരെ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും എന്നടക്കമുള്ള കാര്യമാണ് കെ രമ അറിയിച്ചത്. അനന്തകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി. അനന്തൻ, വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ട ഒരു വിഷയമായി, ജയിൽ DGP മറുപടി പറയേണ്ട ഒരു വിഷയമായി മാറുന്നുണ്ടോ ഇത്, അനന്തൻ? തീർച്ചയായിട്ടും പ്രജീഷ്, കാരണം TP കേസ് പ്രതികളുടെ ശിക്ഷ കൂടുതൽ കടുപ്പിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. അതിൽ പരോൾ കാലാവധി അടക്കം ഹൈക്കോടതി ഒരു തീരുമാനമായി പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ TP കേസ് പ്രതികൾക്ക് ജാമ്യം നൽകാനുള്ള സർക്കാരിൻ്റെ നീക്കം പലവട്ടം വിവാദമാവുകയും അതിൽ നിന്ന് സർക്കാർ പിന്തിരിയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു കത്തിൻ്റെ ബലത്തിലാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി കൂടിയായ കൊടിസുനിക്ക് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കമ്മീഷൻ മുമ്പ് സിറ്റിംഗിൽ ഹാജരായി പരാതിക്കാരി മേൽപ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിഗണനാ വിഷയമാക്കേണ്ടതാണ് എന്ന് മാത്രം ഒരു കത്താണ് മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചിരിക്കുന്നത്. അതല്ലാതെ ഇത് പരിഗണിക്കണമെന്നോ ശുപാർശയോ അതല്ലെങ്കിൽ ഉത്തരവോ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു വാചകത്തിൻ്റെ പിടിവള്ളിയിൽ പിടിച്ചുകൊണ്ടാണ് കൊടിസുനിക്ക് ഒരു 30 ദിവസത്തെ, അതായത് 1 മാസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആ കത്തിൻ്റെ ബലത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു പ്രതിക്ക് അതുമല്ല, ഒരു കേസിൽ നിരവധി കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടും വീണ്ടും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളാണ്. അനന്തനാണ് ഇവിടെ നൽകിയത്. അങ്ങനെ